സംസ്ഥാനത്തെ സ്കൂളുകളിലെ അവധി മഴക്കാലത്താക്കാൻ ആലോചന. ഏപ്രിൽ മെയ് മാസത്തെ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതാണ് പരിഗണനയിലുള്ളത്. ഇത് സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടാൻ മന്ത്രി വി ശിവൻകുട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത്. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. മന്ത്രിയുടെ നിർദ്ദേശത്തെ തള്ളുന്നില്ലെങ്കിലും വിദഗ്ധ പഠനം ആവശ്യമാണെന്നാണ് ഇടത് അധ്യാപക സംഘടനകളുടെയും സമസ്തയുടെയും പ്രതികരണം. ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, സ്കൂൾ സമയമാറ്റ ചർച്ചയ്ക്ക് പിന്നാലെ സ്കൂൾ അവധിമാറ്റ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിൽ നൽകിയാലോ എന്നത് ആലോചനയിലുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി പൊതുജനാഭിപ്രായം തേടാനും മന്ത്രി തീരുമാനിച്ചു. സ്കൂൾ കുട്ടികളിൽ ഈ മാറ്റം എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കും, അതുകൂടാതെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തെയും പഠനത്തെയും ഇതെങ്ങനെ ബാധിക്കും, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും, ഈ മാറ്റം എത്രത്തോളം പ്രായോഗികമാകും, കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമുള്ള അവധിക്കാല ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കൂടുതലായും ആളുകൾ പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിലേക്ക് വേനലവധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് മിക്ക ആളുകളും പ്രതികരിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ ആവശ്യത്തിന് വേനൽ ഉണ്ടാവുന്ന സമയമാണ് കേരളത്തിൽ. അതിനോടൊപ്പം തന്നെ ജൂൺ സമയങ്ങളിൽ മഴയും ഉണ്ടാകും. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യത്തിന് കളിക്കാനും അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഈ 2 മാസങ്ങളിലൂടെ കഴിയുമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSTAയും സമസ്തയും മന്ത്രിയുടെ നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല നിർദ്ദേശമാണെന്നാണ് ഇരു വിഭാഗങ്ങളുടെ പ്രതികരണം. പക്ഷേ അതിനോടൊപ്പം തന്നെ വിശദമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാവൂ എന്നുകൂടിയുള്ള നിർദ്ദേശവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.